ഇനി ഷിയാസ് സൂയിസൈഡ് ചെയ്ത് ചത്തുപോകുന്നു, അത്ര വലിയ പ്രശ്നമൊന്നൊക്കെ. അപ്പൊ അതുവരെ എത്തിയിട്ടുണ്ട്. അവിടെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ അവരൊക്കെ മിണ്ടാറുണ്ടോ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. അല്ല, ലോകത്ത് നടക്കുന്ന അങ്ങനെയാണ്. ഒരു ഷിയാസും വൈഫും ഇനി ഡിവോഴ്സ് ആവും, ഷിയാസിന്റെ വൈഫ് ഇനി വീട്ടിൽ പോയി കാണും കുഞ്ഞിനെയും കൊണ്ട്. ഷിയാസിനെ എന്നെ സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കുറെ പേര് ഷിയാസിനെ എന്നെ വെച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ഷിയാസിനെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് എങ്ങനെയാണോ ഒരു വ്യക്തി നിൽക്കുന്നത്, അതുപോലെ ഞാനെ പറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അത് ഞാനുമായിട്ടുള്ള കാര്യമല്ലല്ലോ, എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. സംസാരിച്ചിട്ടില്ല. എനിക്കത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരു ഷിയാസിനെ എനിക്കറിയാം, അത്രേ ഉള്ളൂ. എന്റെ അടുത്ത് എങ്ങനെയാണോ ഒരു വ്യക്തി നിൽക്കുന്നത്, അതുപോലെ ഞാനും നിൽക്കത്തുള്ളൂ. മറ്റുള്ളവരടുത്ത് എങ്ങനെയാണ്, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അച്ഛന് അല്ലെങ്കിൽ പോട്ടെ, ഒരു ബ്രദറിന് അവരുടെ സഹോദരിയെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ? സഹോദരിയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ, അല്ല അമ്മയായിട്ട് കാണാൻ പറ്റുമോ സഹോദരിയെ? ഇല്ല, ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഷിയാസിനെ എന്നെ സഹോദരിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കുറെ പേര് ഷിയാസിനെ എന്നെ വെച്ചിട്ട് ഒരുപാട് അലിഗേഷൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. ലോകത്തുള്ള എല്ലാവരെയും കാമുകയായിട്ട് കാണാൻ പറ്റത്തില്ല ഒരാൾക്ക്. ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാണിനെ നശിപ്പിക്കാൻ പറ്റുന്നു. അതെ, അത് ഓരോരുത്തർ കെയർ. പെണ്ണ് ആണ് അങ്ങനെയൊന്നുമില്ല. മനുഷ്യര് വിചാരിച്ചാൽ എങ്ങനെ വേണമെങ്കിൽ നശിക്കാം. ഇത്രയും പ്രായമുള്ള ഒരാളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ്? ഈ അലിഗേഷൻ പറഞ്ഞ ആൾക്ക് ഭയങ്കര പ്രായമുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇത്രയും പ്രായം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു? നമ്മുടെ ഈ സമൂഹത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഇതുപോലെ മാത്രമാണ് ഇങ്ങനത്തെ കുറച്ച് അലിഗേഷനാണ് കൂടുതൽ ന്യൂസും കാര്യങ്ങളൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഉണ്ടാവുന്നുണ്ട്. മെയിൽസ് ആണ് കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് ഇത്തരം കാര്യങ്ങളിൽ. ഞാൻ എന്ത് മറുപടി കൊടുക്കാൻ? അതിനുശേഷം ഫോളോ അപ്പ് ചെയ്തിട്ട് ഒരു കാര്യങ്ങളോ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല അതൊന്നും. എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ന്യൂസ് വന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്താണെന്ന് ന്യൂസ് വരുന്നില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ പോവാറില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അവിടെ അപ്പുറത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു, ഇപ്പുറത്തെ വീട്ടിൽ അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ അവരൊക്കെ മിണ്ടാറുണ്ടോ, ഭാര്യയും ഭർത്താവും വഴക്കുണ്ടോ എന്ന് നോക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ല. അല്ല, ലോകത്ത് നടക്കുന്ന അങ്ങനെയാണ്. ഒരു ഫാമിലി എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം ഇനി അടുത്ത് എന്തായിരിക്കും? ഷിയാസും വൈഫും ഇനി ഡിവോഴ്സ് ആവും, ഷിയാസിന്റെ വൈഫ് ഇനി വീട്ടിൽ പോയി കാണും കുഞ്ഞിനെയും കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കാണുന്നത്. ഈ ഷിയാസിക്കയുടെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ഒരു വ്യക്തി എക്സ്പോസ്ഡ് ആയി, അതിനുശേഷം ചിലപ്പോൾ അയാൾ ചിലപ്പോൾ നിരപരാധിയായിരിക്കും. ഒരുപാട് പേര് പറഞ്ഞു ഇനി ഷിയാസ് സൂയിസൈഡ് ചെയ്ത് ചത്തുപോകുന്നു, അത്ര വലിയ പ്രശ്നമൊന്നൊക്കെ. അപ്പൊ അതുവരെ എത്തിയിട്ടുണ്ട്. ഈ ഷിയാസിനെ ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. അനുമോൾ അറിയുന്ന ഒരു ഷിയാസ് എങ്ങനെയാണ്? എന്റെ അടുത്ത് എന്നെ ഒരു അനിയത്തിയെ കുട്ടിയെ പോലെയാണ് എന്നെ കാണുന്നത്. ഒരു 7-8 വർഷമായിട്ട് എനിക്ക് അറിയാം. എന്നെ സഹോദരിയെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ എന്നെ പ്രോഗ്രാം ഇതുപോലെ കാണുന്നില്ലേ, അതുപോലെയാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. പ്രോഗ്രാം സ്റ്റാർ മാജിക് മുതൽ ഷിയാസ്കെ എനിക്കറിയാം. അവിടെ വരുമ്പോഴാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. അതുപോലെ ഏതെങ്കിലും ഇനാഗുറേഷനും പ്രോഗ്രാമിനും പോകുമ്പോഴാണ് ഞാൻ ഷിയാസ്കെ കാണുന്നത്. അല്ലാണ്ട് ഞാൻ ഈ വീട്ടിൽ പോയതിനു ശേഷം ഷിയാസ്കയുടെ വീട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഷിയാസ്കെ എന്റെ വീട്ടിൽ വരാനോ നമുക്ക് സമയമില്ല. വിളിക്കാൻ പോലും നമുക്ക് സമയമില്ല. മാറ്റി നിർത്തിയതാണോ? എന്തൊക്കെയായിട്ടില്ല. ഷിയാസിനെ പിന്നീട് മാറ്റി നിർത്തിയതാണോ? ഞാനോ? എന്തിനു മാറ്റി നിർത്തണം? പുള്ളിയുടേതായ തിരക്കുകൾ, ഞാൻ എന്റെതായ തിരക്കുകൾ. എന്തിനു മാറ്റി നിർത്തണം? അങ്ങനെ ആരും മാറ്റി നിർത്തത്തില്ല. അല്ല, തുടരെയായിട്ട് വീണ്ടും ഇതില് ഷിയാസ് പെടുകയാണ്. അതുകൊണ്ടാണ് ആദ്യമായിട്ടല്ല. ഷിയാസ്ക്ക് അടുത്ത് ചോദിക്കണം. എന്റെ അടുത്ത് ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്റെ അടുത്തൊരു വ്യക്തി എങ്ങനെയാണോ നിൽക്കുന്നത് അത് മാത്രമേ നോക്കുള്ളൂ. അനുമോളോട് ഇത്രയും കാലമായിട്ട് ഷിയാസ് വേറെ രീതിയിലോ അല്ലെങ്കിൽ മോശമായിട്ടോ ഞാൻ അതാണ് നിങ്ങളുടെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഒരാൾക്ക് ഒരാളെ അമ്മയായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സഹോദരിയായിട്ട് കാണാൻ പറ്റും. ഈ ലോകത്ത് നടക്കുന്ന എല്ലാവരെയും സോറി ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ സഹോദരിയായിട്ട് കാണാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കാൻ മറുപടി അതെന്താ മറുപടി തരാത്തെ? അല്ലെ പറയേ, നിങ്ങളുടെ വൈഫിനെ നിങ്ങൾക്ക് സഹോദരിയായിട്ട് കാണാൻ പറ്റുമോ? പറ്റില്ല. പുള്ളിക്ക് എന്നെ സഹോദരിയായിട്ട് കാണാൻ പറ്റുള്ളൂ, വൈഫായിട്ട് കാണാൻ പറ്റില്ല, കാമുകിയായിട്ടും കാണാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. പോയി പുള്ളി ഹാപ്പി ആയിട്ട്, പുള്ളിയും പുള്ളിയുടെ വൈഫും കുഞ്ഞൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. വിട് വെറുതെ. 24-നാണ്. ഇതെന്റെ ഫ്രണ്ട് അമൽ ബേബി. എവിടെ ഉണ്ടോ അമൽ? അമൽ 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 ആരൊക്കെ വിളിക്കുന്നില്ല? നിന്റെ ഞാൻ എന്തിനാ പറയണേ?
എന്നെ ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. നിന്നെ ഞാൻ ചോദിക്കട്ടെ, നിന്നെ അവര് വിളിച്ചു ആയിരുന്നു ചോദിച്ചു അവിടെ ചോദിച്ചവരാരാ? അതിന് അങ്ങനെയൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്തിനാണ് ചോദിക്കുന്നേ? അങ്ങനെ ചോദിക്കാൻ ശരിയാണോ? ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, അവള് വിളിച്ചോ നിന്നെ ചോദിച്ചതൊക്കെ ഇഷ്ടപ്പെടുവോ? പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ ഇഷ്ടപ്പെടുവോ? അല്ല ഞാൻ ചോദിക്കുന്നതാ, ആരോടും ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നു. മെസ്സേജ് നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലേ? ഓക്കെ. അതല്ല, ഇവക്ക് ഫുഡൊന്നും എടുത്തിട്ടില്ലേ? അപ്പൊ പിന്നെ പോകുന്ന വഴി എന്തുമാത്രം സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അതല്ല നമ്മളിപ്പോ ഓൾക്കനെ പേടിഗിരി എന്തെല്ലാം ഉണ്ട്. ശരിയാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഫോൺ എടുക്കുക, ഓർഡർ ചെയ്യുക, ഓർഡർ ചെയ്താൽ വീട്ടിൽ വരുമല്ലോ. അനുമോളുടെ വീട്ടിൽ വരും. അതല്ല കേട്ടോ, അതല്ല പ്രശ്നം. എന്താന്നറിയോ, ഇവള് അത് പറയാൻ പറ്റാത്തൊരു പ്രശ്നം. അപ്പൊ ഇവിടെ വീട്ടിൽ പോയാൽ ഇടുമില്ലത്. അത് നമ്മളെ വീട്ടിലതാ, അതൊരു പ്രശ്നമുണ്ട്. സ്ഥലം മാറിയാൽ ചിലർക്ക് ചിലത് റെഡി ആവില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ചിലപ്പോ പോവാൻ മതി കേട്ടോ, പറയാൻ പറ്റൂല. പ്ലാൻ മാറാം. അല്ല, ഇവളെ വീട്ടിൽ പോവാൻ മതി. അങ്ങനെ അതിനെ വിളിക്കുന്നില്ലേ? അതോ ഞാൻ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. എത്ര ദിവസമായി ഇതിപ്പോ 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. 10 മാസം ഇത് പറയുമ്പോ ഞങ്ങള് കിട്ടുന്നില്ല. നിങ്ങ എവിടെയാണ്? ഭയങ്കര ഡിലേ വരുന്നു. നല്ല മഴയുണ്ട്. മതി ഇത്ര വെള്ളിയാന്ന് വിചാരിച്ചില്ല കേട്ടോ. നിങ്ങളല്ലേ എപ്പോഴും പിന്നല്ല ഇങ്ങോട്ട് മേടിക്കാൻ എനിക്കറിയാം. ആദ്യത്തെ ആൾക്കാർ ഇതിന് മുന്നേ എടുത്തതാ. എന്ന് കൊടുക്കാൻ മടി, അതങ്ങ് പറഞ്ഞാൽ മതി. ഇല്ല വേറെ ഇവിടെ 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 സ്മൈൽ പ്ലീസ്. കുത്തി കേറില്ല. ഇത് നോക്കണേ മുഖം. ഇതാണല്ലേ കുറച്ച് പെണ്ണാണല്ലേ? വിട്ടോ, ഞാൻ ആദ്യമായിട്ടല്ലേ എടുക്കുന്നത്. ഇവിടെ പിടിച്ചോടെ വേദന. അയ്യോ എന്താ ഇനി ഇഷ്ടപ്പെട്ടോ? അനുമോളെ ഇങ്ങോട്ടൊന്ന് തിരിയോ? അല്ല അനുറ, അത് പെണ്ണാണോ ആണോ? എന്താണേലും എന്താ അറിയില്ല, വളർത്തിയ പോലെ ഒരു ജീവനല്ലേ? ജീവനല്ലേ? അതാരാ? നല്ല ഓ ജോൺ ഹോനായി. എന്റെ ബാബേ, എന്നെ പോലത്തെ ഒരാളെ ഞാൻ നോക്കി വെച്ചിട്ട് നല്ല രസമുണ്ട്. ലിപ്സ്റ്റിക് കൊടുക്കണ്ട. മതി കൊണ്ടുപോകും. ആ സൈഡിൽ നിന്ന് നിൽക്കാം, അവിടെ നിന്ന് പിക്ക് എടുക്കവാ. ആ സൈഡിൽ നിൽക്കാം. അനുമോൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ എനിക്കിഷ്ടം. നമ്മുടെ മീനില്ലേ, അവര് വീട്ടിൽ ഞാൻ പോയ സമയത്ത് അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അന്ന് മുതലേ വീട്ടിലെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവരെന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരാളെ എടുക്കുന്നത്. ഇതിന് ഫുഡ് എന്താ കൊടുക്കുക? ഷോർട്ട് കട്ടൊക്കെ ഞാൻ വന്ന ഏതൊക്കെ ഹൈവേ ഷോർട്ട് കട്ടിലൊക്കെ വന്നപ്പോ വണ്ടി എടുത്തത് വന്നപ്പോ ഏതൊക്കെയോ വഴി നല്ല വഴി കിട്ടിയില്ല. ഇല്ല കിട്ടിയില്ല. നല്ല വഴിയിലൂടെയാണ് നമ്മള് വന്നത്. അല്ലെ വഴി ഇവിടെ കുത്തും. ആ സൈഡിൽ എടുക്കാം.